ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിലായും ട്യൂഷൻ ക്ലാസ്സിൽ ലാസ്റ്റ് ദിവസമാണ് പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിന് യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ടായതിനു ശേഷം ഇതാണ് എൻ്റെ ID കാർഡ്. ഞാൻ ID കാർഡൊക്കെ ഇട്ടതിന് ശേഷം മുടിയൊക്കെ ഫ്രണ്ടിലോട്ടിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാപ്പി കുടിക്കാനാണ് ഇരുന്നത്. കാപ്പി എന്തെന്ന് വെച്ചാൽ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. ഉരുളക്കിഴങ്ങ് കറി ഇന്നലെ ആയിരുന്നു. രാവിലെ പരീക്ഷ ഉണ്ട്, നേരത്തെ പോകണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അപ്പം ചുട്ട് ഉരുളക്കിഴങ്ങ് കറിയും വെച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ദിവസം ഞാൻ വീട്ടിൽ പോണ സമയത്ത് ഞാനെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഒത്തുകൂടി. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞു. കണ്ണടച്ച് ഇപ്പോൾ എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ലേസ് ഒരുപാടുണ്ട്. അതിൽ പച്ച ലേസ് അമ്മ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷം. ഞാൻ റൂമിലും ബാഗൊക്കെ ഊരി വെച്ചതിന് ശേഷം അവിടെ എൻ്റെ അനിയനെ നോക്കിയപ്പോൾ അനിയൻ നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ ഇന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടേ. അവൻ ഉണർന്നിരിക്കുന്നതിന് എനിക്കിഷ്ടം. ഞാൻ വരുമ്പോഴെല്ലാം ഉണർന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് കളിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ബാലവീർ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബാലവീടൊക്കെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്ന് അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഇതിന് വെറുതെ കഴിക്കുന്നതിന് പകരം ഇതിനെ പൊടിച്ച് കുറച്ച് ഉള്ളിയും തക്കാളി അങ്ങനെ ഇട്ട് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ അതിനെ പാക്കറ്റ് നന്നായിട്ട് കൈ വെച്ച് പൊടിച്ചതിന് ശേഷം പാക്കറ്റ് തുറന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് ഒന്ന് കഴിച്ച് നോക്കി. വേറെ ടേസ്റ്റ് പ്രത്യേകതയൊന്നുമല്ല, നല്ല പണ്ടത്തെ പോലെ അതേ ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്കും കൊടുത്തു. അമ്മയ്ക്കും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും എനിക്ക് നല്ല ഇഷ്ടം. പക്ഷേ ഞാൻ ഇതിനെ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കൈ വെച്ച് ഒന്നും കൂടെ പൊടിക്കുകയാണ് കേട്ടോ, അത് പൊടിഞ്ഞില്ലെങ്കിൽ. അതിന് ശേഷം അതിൽ നമ്മൾ സവാള ഇല്ലാത്തവയ്ക്ക് ചെറിയ ഉള്ളിയിലിടുക. ചെറിയ ഉള്ളിയും സവാള ഏത് വേണമെങ്കിലും ഇടാം. 2 ഉള്ളിയാണ് ഇടുക. നമ്മൾ ചെറുതായിട്ട് കൊത്തി ചെറിയ പീസായിട്ട് അരിഞ്ഞ് അതിനകത്തോണ്ട് ഇട്ട് കൊടുക്കണം. പിന്നെ തക്കാളി വേണ്ടവർക്ക് വേണമെങ്കിൽ തക്കാളി ഇടാം. നമ്മളെ വീട്ടിൽ തക്കാളി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് തക്കാളി, അത് നിങ്ങൾക്ക് വേണം എന്നുള്ളവർ ഇട്ടോ, വേണ്ടാത്തുള്ളവർ ഇടണ്ട. പിന്നെ ക്യാപ്സിക്കം അങ്ങനത്തൊക്കെ ഇടാമേ. പിന്നെ നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അത് കുരുമുളക് പൊടി ചെറിയ എരിയെ കാണുള്ളൂ. നല്ല എരി വേണ്ടവർക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ അങ്ങനെ കാന്താരി മുളക് ചതച്ചതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാൻ. കുറച്ച് വേണമെന്നവർക്ക് മാത്രം കുരുമുളക് പൊടിയോ മുളക് പൊടി ശകലം ഇങ്ങനെയൊക്കെ ഇടാം. ഒരുപാട് പേർക്ക് പറഞ്ഞു. പക്ഷെ നമ്മൾ നന്നായിട്ട് അത് എല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അത് എല്ലായിടത്തും ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് ഇരിക്കണമെങ്കിലേ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് വരത്തില്ല. അങ്ങനെ എൻ്റെ മിക്സ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഉള്ളത്. നമ്മൾ ഒരെണ്ണം കഴിച്ചിട്ട് നോക്കാൻ പോവുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല രുചിയുണ്ടെന്നാണ് തോന്നുന്നത്. എന്തിനാണെന്നറിയില്ല. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല രുചിയുണ്ടായിരുന്നു. നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞി പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും സവാള. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.